പാകിസ്ഥാൻ്റെ ചങ്ക് സൗദി അറേബ്യ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. പാകിസ്ഥാൻ്റെ ചങ്കാണോ മത്തങ്ങയാണോ എന്നറിയത്തില്ല. പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതെ, പാകിസ്ഥാൻ വല്ലാത്ത ദാരിദ്ര്യത്തിലാണ്. ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാന് ഒരു അക്ഷയ നിധിയുണ്ട്. ആ നിധിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താ? ഒരു രക്ഷയില്ല ജീവിക്കാൻ. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. പലപ്പോഴും പലയിടത്തും കറണ്ടില്ല, ഭക്ഷണ സാധനങ്ങളില്ല. കഴിഞ്ഞ ദിവസം ഡ്രീം മാൾ എന്ന് പറഞ്ഞിട്ട് മോൾ അവിടെ തുറന്നു. 800 കോടി രൂപ മുടക്കി തുടങ്ങിയ ഒരു മോളാണ്. അത് ഉദ്ഘാടന ദിവസം തന്നെ ജനം കയറി കൊള്ളയടിച്ച് സകല സാധനം കൊണ്ടുപോയി. കൊള്ളയടിച്ചുകൊണ്ട് പോയി. അയാൾ പറഞ്ഞു പാകിസ്ഥാൻ 50 പാക് ഡോളർ, പാക് രൂപി, അതായത് 12 ഇന്ത്യൻ രൂപ കൊടുത്താൽ എല്ലാവർക്കും അതിനകത്ത് പ്രവേശനമുണ്ട്, കയറുന്നവർക്കെല്ലാം വലിയ സമ്മാനം ഇളവും കിട്ടുമെന്ന് പറഞ്ഞു. 1 ലക്ഷം പേരാ കൂടി. 1 ലക്ഷം പേര് അതിനകത്തോട്ട് ഇരച്ച് കയറി. പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ കണ്ണി കണ്ടതെല്ലാം എടുത്തുകൊണ്ട് പോയി. എന്തിന്? ആ മോളിലുണ്ടായിരുന്ന മേശം കസരം വരെ കൊണ്ടുപോയി. അതാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താ? പാകിസ്ഥാനകത്ത് ബലൂചിസ്ഥാൻ പ്രശ്നം, ബലൂചിസ്ഥാൻ വേണമെന്ന് പറഞ്ഞു, സിന്ധ് പ്രശ്നം, പഷ്തൂൺ മേഖല പ്രശ്നം, അഫ്ഗാനിസ്ഥാൻ പ്രശ്നം, ഇറാൻ പ്രശ്നം, ഇന്ത്യയായിട്ട് പ്രശ്നത്തോട് പ്രശ്നം. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഇങ്ങോട്ട് വന്ന് നമ്മുടെ മെക്കിട്ട് കയറുന്നു, എന്നിട്ട് മേടിച്ച് കെട്ടി മൂങ്ങുന്നു. ഇതാണ് അന്താരാഷ്ട്ര. അങ്ങനെ ചുറ്റുപാടും ഉള്ള ആളുകളോടും അകത്തുള്ളവരോടും പുറത്തുള്ളവരോടും ഒരുപോലെ കലഹിച്ച് ഗതികെട്ട് നിൽക്കുകയാണ്. ഈയിടെ സൗദി അറേബ്യ ചെയ്ത കാര്യം അറിയാമല്ലേ? സൗദിയുടെ കാര്യമാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. അവിടെ നിന്ന് 100 കണക്കിന് പാകിസ്ഥാനുകളിലെ പ്ലെയിനെ കയറ്റി തിരിച്ചയച്ചു. ഇവന്മാരെല്ലാം അവിടെ ചെന്നിട്ട് എന്ത് അറിയുക? ഭിക്ഷാടനം നടത്തുക. സൗദിയിലെ വഴിയോരത്തെല്ലാം ഇരുന്ന് പിച്ച നിന്നുക പാകിസ്ഥാനികൾ. അപ്പോൾ ആൾ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് കാണുന്നവർ സൗദിയിൽ മുഴുവൻ ഭിക്ഷക്കാർ. അപ്പോൾ സൗദിയുടെ ഇൻ്റർനാഷണലി സൗദിക്ക് വലിയ നാണക്കേടുണ്ടായി. ഇവന്മാരെയൊക്കെ പിടിച്ച് ഫ്ലൈറ്റൊക്കെ കയറ്റി തിരിച്ചു വിട്ടു. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ്റെ ഭാഗമല്ലായിരുന്നു ബലൂചിസ്ഥാൻ. ബ്രിട്ടീഷുകാർ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റായിട്ട് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ബലൂജ് മേഖലയും പാകിസ്ഥാനും ഇന്ത്യക്കും ഒരേപോലെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് നാട് വിട്ട് പോയ ബ്രിട്ടീഷുകാർക്ക് ഒരു തോന്നൽ, ഈ ബലൂജ് ഇന്ന് പറയുന്ന മേഖലയ്ക്ക് ഒറ്റയ്ക്ക്, അവിടെ ഒരു രാജാവിൻ്റെ ഭരണമായിരുന്നു, ഒറ്റയ്ക്കൊന്നും നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടനെ ഓടി വന്നിട്ട് ഇന്ത്യയോട് സഹായം ചോദിച്ചു, ഞങ്ങളെ ഒന്ന് സഹായിക്കുക, ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം, ഞങ്ങളെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞു. ഇന്ത്യ, നെഹ്റുവിൻ്റെ കാലമല്ലേ, ഇന്ത്യ സഹായിച്ചില്ല. അഫ്ഗാനിസ്ഥാനോട് ചോദിച്ചു, അഫ്ഗാനിസ്ഥാനും സഹായിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? പാകിസ്ഥാൻ കയറി പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമാകുന്നത്. അതായത് 47-ലെ മാപ്പ് പ്രകാരം ആ മാപ്പിൽ ബലൂചിസ്ഥാൻ ഇല്ല. ഏതാണ്ട് 1 വർഷത്തിനടുത്ത് 250ഓളം ദിവസങ്ങൾ സ്വതന്ത്ര രാജ്യമായി നിന്ന മേഖലയാണ് ബലൂജ്. അപ്പോൾ അവരുടെ സംസ്കാരം എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സംസ്കാരത്തോട് വളരെ വ്യത്യസ്തമാണ്. പാകിസ്ഥാന് പൊതുവെ ഈ പഞ്ചാബ് പ്രൊവിൻസിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ആളുകളും അതിൻ്റെ ഭാഗമൊക്കെ, അതിൻ്റെ ഒരു കൾച്ചറാണ് പാകിസ്ഥാനിലുള്ളത്. അതുകൊണ്ടാണ് ബലൂജികൾ ഇപ്പോൾ കഴിഞ്ഞ അവരുടെ ഒരു വലിയ നേതാവിനെ ചതിയിൽ പാകിസ്ഥാൻ കൊന്നതിൻ്റെ വാർഷികത്തിൽ വണ്ടിയിലൊക്കെ പോകുന്ന പാകിസ്ഥാനിലെ പഞ്ചാബികളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ചു വന്നു. പാകിസ്ഥാൻ പട്ടാളത്തിലും ഭൂരിപക്ഷം പാകിസ്ഥാൻ പഞ്ചാബികളാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഇവർ തമ്മിൽ വലിയ ക്ലാഷാണ്. പക്ഷേ ഈ ബലൂചിസ്ഥാൻ്റെ ഒരു ഗുണം എന്തെന്നറിയോ? ബലൂചിസ്ഥാൻ്റെ ഗുണം എന്ന് പറയുന്നത് അത് ഏറ്റവും മിനറൽ റിച്ച് ആയിട്ടുള്ള മേഖലയാണ്. അവിടെ കേട്ടാൽ ഞെട്ടിപ്പോകും. 1 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന 400 മില്യൺ ടൺ സ്വർണ്ണമുണ്ട്. സ്വർണം മാത്രം, സ്വർണം, വെള്ളി, ചെമ്പ് ഒക്കെയുണ്ട്. സ്വർണത്തിൻ്റെ മാത്രം മൂല്യമാണ് 1 ലക്ഷം കോടി രൂപയുടെ സ്വർണം. ഇത് മൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്വർണവും മറ്റ് ധാതുക്കളും ഉള്ളതുകൊണ്ട് തങ്ങളുടെ ഈ മേഖല ഏറ്റവും റിച്ചായിട്ട് ഉള്ള മേഖല ഞങ്ങളുടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുമെന്നാണ് ബലൂചിസ്ഥാനിൻ്റെ വാദം. ബലൂചിസ്ഥാനോട് പരമപുച്ഛമാണ് ആർക്ക്? പാകിസ്ഥാനികൾക്ക്. കാരണം അവർ വേറൊരു ഗോത്രമാണ്. ഇപ്പോൾ ഇസ്ലാമിൽ ഒരുപാട് ഗോത്രങ്ങളുണ്ടല്ലോ, ഗോത്രപ്പോരുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഇവർ വേറെ ഗോത്രമായതുകൊണ്ട് ഇവരോട് പരമം പുച്ഛമാണ്. ബലൂചിസ്ഥാൻ മേഖലയിൽ കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല. നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരുടെ അവസ്ഥയാണ്. കാസർഗോഡുകാർക്കൊന്നുമില്ല, കേരളത്തിൻ്റെ ഭാഗമാണ്. ഇവിടുന്ന് മുഖ്യമന്ത്രിയൊക്കെ കാസർഗോഡിൽ നിന്ന് ഓണത്തിന് മാവേലി വരുന്ന പോലെയാണ് വല്ലപ്പോഴും ഒക്കെയാണ്. കാരണം അത്രയും റിമോട്ടായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും അടുത്ത സിറ്റി മംഗലാപുരമല്ലേ. എന്ന് പറയുന്നത് കർണാടക കൾച്ചറുമാണ്. കേരളം ആവട്ടെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്.
ഒരു വികസനം, ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല അല്ലേ? അതെ. അവരെല്ലാത്തിനും ഓടുന്ന മംഗലാപുരത്തെ ആശുപത്രിയെ ആശ്രയിക്കണം. കോവിഡ് കാലത്ത് അതിർത്തി അടച്ചപ്പോൾ കാസർഗോഡ് അനുഭവിച്ച യാതന വലുതാണ്. അപ്പോൾ കേരളം എങ്ങനെ മംഗലാപുരത്തിനോട് കാണുന്നു അതുപോലെ പിന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗമെന്ന് പറയാം. അവിടെ അതിനേക്കാളും വലിയ ജാതീയമായ വംശീയമായ അധിക്ഷേപത്തിനൂടെ വിധേയരാണ് ബലൂജികൾ. അതുകൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിലെ ഈ സ്വർണ്ണ നിക്ഷേപം 1,00,000 കോടിയുടെ സ്വർണ്ണ നിക്ഷേപം പാകിസ്ഥാന് വേണം. അതുകൊണ്ടാണ് ഈ തലവേദന അവിടെ BLA എന്ന് പറഞ്ഞ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് ചൈനയുടെ സഹായം കൊണ്ട്. ചൈന വന്ന് സഹായിക്കും. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നു. പഴയ പോലെ അമേരിക്കയുടെ കയ്യിൽ നിന്നും കിട്ടുന്നില്ല. പിന്നെ ചൈനയുടെയാണ് സഹായം. ഇപ്പോൾ ചൈന കാര്യമായിട്ട് സഹായിക്കുന്നില്ല. ചൈന അങ്ങനെ കാശ് കൊടുത്തുള്ള സഹായമൊന്നും ചൈന ചെയ്തിട്ടില്ല. പിന്നെയുള്ളൂ സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആര് എത്ര കാലം വെറുതെ കാശ് കൊടുക്കും? എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണ്ടേ? ചൈനയാണെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിലൂടെ അവരുടെ ചില റോഡ് പദ്ധതിയൊക്കെ നടപ്പാക്കുന്നുണ്ട്. അതും ബലൂചിസ്ഥാൻ മേഖല എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അവിടെയുള്ള വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഈ മേഖലയിൽ കണ്ണുവെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ BLAക്കാർ ബലൂചിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമിക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ചൈനക്കാരെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനമായിട്ട് വരുന്നവരൊക്കെ തട്ടിക്കളിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമ്മുടെ KGF എന്നൊക്കെ പറയുന്നത് പോലെ, പാകിസ്ഥാനിലെ KGF എന്ന് പറയാം. അതാണ് KGF പൂട്ടിപ്പോയല്ലോ. KGF ഇപ്പോൾ പൂട്ടിപ്പോയി. അവിടെ സ്വർണ്ണ ഖനനം കർണാടകയിലെ കോളാറിലാണ് KGF. കോളാർ ഗോൾഡ് മൈൻ ആണല്ലോ KGF എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ സ്വർണ്ണ ഖനനം ചെയ്തിട്ട് ഉപേക്ഷിച്ചു. ഇപ്പോഴും ഖനനം ചെയ്താൽ കിട്ടുമായിരിക്കും, പക്ഷേ പ്രധാനപ്പെട്ടതൊക്കെ എടുത്തുകൊണ്ട് പോയി, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തുടങ്ങിയ. അതുപോലെ റക്ക ഡിക്ക് എന്ന് പറയുന്നൊരു സ്ഥലം വേണമെങ്കിൽ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ KGF ആണെന്ന് പറയാം. അവിടെ മൈനിങ് നടക്കണം. മൈനിങ് കാര്യമായി നടക്കുന്നില്ല. കാരണം അവിടെ സംഘർഷബാധിത മേഖലയാണ്. ഇപ്പോൾ ആ മൈനിങ് ലീസ് കിട്ടിയിരിക്കുന്നത് അവൻ്റെ 50% മൈനിങ് അവകാശം ഒരു കനേഡിയൻ കമ്പനിക്കാണ്. ബാരിക് ഗോൾഡ് കാനഡ എന്ന് പറയുന്ന കമ്പനിക്കാണ് 50%. ബാക്കി 50%, ശേഷിക്കുന്ന 50% ബലൂചിസ്ഥാനും പാകിസ്ഥാൻ സർക്കാരിനുമാണ്. അപ്പോൾ ഇങ്ങനെ 3 കമ്പനികളുടെ ഉടമസ്ഥ, 2 സർക്കാരുകൾ, ഒരു സ്റ്റേറ്റ് സർക്കാർ, ഒരു നാഷണൽ സർക്കാർ, ഒരു കനേഡിയൻ കമ്പനിയുടെ കയ്യിലാണ് ഈ റക്കാഡിക് എന്ന് പറയുന്ന മേഖല. അപ്പോൾ ഈ റക്കാഡിക്കിൽ 1,00,000 കോടിയുടെ സ്വർണ്ണമുണ്ട്. അത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ കാരണം ഖനനം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ചൈനയ്ക്ക് അതിൽ നോട്ടമുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, ചൈനക്കാരെ നിലത്ത് നിർത്തുന്നില്ല BLAക്കാർ. ചൈനക്കാരൻ അവിടെ ഇറങ്ങിയാൽ അപ്പോൾ ഇവർ തട്ടിക്കളയും. അപ്പോൾ ചൈന അവിടുത്തെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് നിലച്ച സ്ഥിതിക്കാണ്. കാരണം ചൈനയ്ക്ക് വന്ന് ചൈനീസ് പട്ടാളത്തെ നിർത്താനൊന്നും പറ്റുമല്ലോ. ചൈനീസ് പട്ടാളം നിർത്തിയാലും ഇവർ ചാവേറായിട്ട് പോയിട്ട് ആക്രമിക്കും. കാരണം അവരെ സംബന്ധിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ രാജ്യത്തിന് വേണ്ടി, അവരുടെ ഗോത്രത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അവർക്ക് ബലൂചിസ്ഥാൻ എന്ന രാജ്യം വേണം. കാരണം അവരങ്ങനെയായിരുന്നു, ഒരു സ്വന്തം രാജ്യമായിരുന്നു. ബ്രിട്ടീഷുകാർ പോയപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താണ്, പാകിസ്ഥാൻ കയറി പിടിച്ചെടുത്താണ്. അപ്പോൾ ഇന്ത്യ ഇവരെ സഹായിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഭയങ്കര ആക്ഷേപമുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് ആയുധം കിട്ടുന്നു, ആധുനിക റോക്കറ്റ് ലോഞ്ചറുകൾ, ഗ്രനേഡുകൾ, തോക്കുകളൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. കാരണം അവരെ ഭീകരരെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം അവർ രാജ്യത്തിനകത്തിരുന്ന് ഉണ്ടാക്കുമല്ല, അവരുടെ രാജ്യം പിടിച്ചെടുത്തതാണ് ആര്? പാകിസ്ഥാൻ. അവർ സ്വതന്ത്ര രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ട് ഈ മൈനിങ് നടക്കുന്നില്ല. അപ്പോഴാണ് സൗദി ഇപ്പോൾ ഒരു പ്രപ്പോസലുമായിട്ട് വന്നത്. സൗദി പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ, ഇനിയും സഹായിക്കാം. ബലൂജികളുടെ ഏറ്റവും വലിയ പരാതി, ഞങ്ങളെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ, ഞങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഈ പഞ്ചാബ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഗോത്രത്തിലല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വികസന പ്രവർത്തനവുമില്ല, ഒന്നും ചെയ്യുന്നില്ല, ഏറ്റവും അവഗണിക്കപ്പെട്ട രീതി കഴിയാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ ഈ അമൂല്യമായ ധാതുശേഖരം, സ്വർണ്ണ നിക്ഷേപം ഉള്ളതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ഞങ്ങളെ പിടിച്ചു വെക്കുന്നത്. എന്നാൽ അതിൻ്റെ നന്ദി ഒട്ട് ഞങ്ങളോട് കാണിക്കുന്നുമില്ല. ഞങ്ങൾക്ക് നല്ല സ്കൂളുകളില്ല, ആശുപത്രികളില്ല, റോഡുകളില്ല, ഒന്നുമില്ല. അപ്പോഴാണ് സൗദി പറയുന്നത്, ഞങ്ങൾക്ക് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ബലൂജ് മേഖലയെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ബലൂചിസ്ഥാനികളുടെ പരാതി തീരും. അവർക്ക് അടിസ്ഥാന സൗകര്യവും, നല്ല റോഡ്, നല്ല ആശുപത്രി, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ഈ റക്കാഡിക്കിലെ
ഒരു പോർഷൻ ഞങ്ങൾക്ക് വേണം. ഒരു പാകിസ്ഥാൻ സർക്കാരോട് പറഞ്ഞിരിക്കുന്നത് നേരിട്ട് അവർക്ക് ബലൂചിസ്ഥാൻ സർക്കാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം പാകിസ്ഥാൻ്റെ ഭാഗമാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ 50% കനേഡിയൻ കമ്പനിക്കാണ്, ബാക്കി 50% ബലൂചിസ്ഥാനും പാകിസ്ഥാനുമാണ്. അതിൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഈ അവകാശത്തിലെ ഒരു 15% ഞങ്ങൾക്ക് താ, സൗദി പറയാം ഞങ്ങൾക്ക് താ. അങ്ങനെ തന്നാൽ ഞങ്ങൾ ബലൂചിസ്ഥാനെ അടിമുടി മാറ്റിയിട്ട് ഞങ്ങൾ ഈ 15% ഷെയർ വെച്ച് അപ്പോൾ ഞങ്ങളിവിടെ മൈനിങ് നടത്താം. അപ്പോൾ കമ്പനിക്കും മൈനിങ് നടത്താൻ പറ്റും, പാകിസ്ഥാനും ഗുണം ഉണ്ടാവും, ബലൂചിസ്ഥാനും ഗുണം ഉണ്ടാവും എന്നൊരു പ്രപ്പോസൽ വെച്ചിരിക്കുക. ബലൂചിസ്ഥാനുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹീതമായ ഒരു ഓഫറാണ്. കാരണം അവർക്ക് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. സൗദിയാണല്ലോ, സൗദി ഇടപെടുന്നതുകൊണ്ട് അവർ നല്ല വൃത്തിയായിട്ട് ചെയ്യും, നീറ്റായിട്ട് കാര്യം ചെയ്യും, പറ്റിക്കത്തില്ല, പാകിസ്ഥാനെ പോലെയല്ല. പിന്നെ മാത്രമല്ല, അത് ഇവരുടെ ഷെയർ അല്ല ചോദിക്കുന്നത്, പാകിസ്ഥാൻ്റെ ഷെയറാണ് ചോദിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനുള്ളത് കിട്ടും, ബലൂചിസ്ഥാനുള്ളതും കിട്ടും. പിന്നെ മൈനിങ് നടക്കുന്നത് എല്ലാവർക്കും ഗുണമുണ്ടാകും. കാരണം ഈ 15% കൊണ്ട് മാത്രം സൗദിക്ക് ഇത്രയും വലിയ 100 കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. അവർ പതുക്കെ ബലൂചിസ്ഥാൻ്റെ ഷെയറും മേടിച്ചും ഈ പിന്നീട് ഈ കനേഡിയൻ കമ്പനിക്ക് വേണ്ടിയിട്ട് പോലും മൈനിങ് സൗദി നടത്തിക്കൂടാടിയില്ല. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനിലെ ഈ സ്വർണ്ണ ഖനി ഉപയോഗിക്കാൻ, അതായത് റക്കാഡിക് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആഫ്രിക്കയാണല്ലോ ഇപ്പോൾ ഗോൾഡ് മൈനിങ്, നമ്മുടെ അൻവറൊക്കെ പോയി അവിടെയാണല്ലോ സ്വർണ്ണം വന്നത്. ആഫ്രിക്കയെക്കാളും വലിയ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കേന്ദ്രമായി റക്കാഡിക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഓഫർ ഇപ്പോൾ സൗദി, ഇങ്ങനത്തെ ഒരു സന്നദ്ധത സൗദി പാകിസ്ഥാൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സൗദി ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം, അത് പ്രധാനപ്പെട്ട. പിന്നെ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈന ഇപ്പോൾ അവിടെ കയറി കളിക്കുന്നുണ്ട്. ചൈന കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫീൽഡിൽ സൗദി വരുന്നതിന് ചൈന എങ്ങനെ കാണും? ചൈനയ്ക്കും റോഡൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞൊക്കെ ബലൂചിക്കൂട്ടർ റോഡുണ്ടാക്കുന്നത് ലക്ഷ്യം ഈ അവിടുത്തെ മിനറലൊക്കെ തന്നെയാണ്. അപ്പോൾ സൗദിയുടെ വരുമ്പോൾ ചൈന എങ്ങനെ അതിനെ സമീപിക്കും? പിന്നെ ചൈനക്കാരെ ബലൂചികൾ നിലത്ത് നിർത്തുന്നില്ല, കണ്ടാ പിടിവിച്ചു കൊല്ലും. അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ റക്കാഡിക് എന്ന് പറയുന്ന ഈ മേഖല ഒരു പക്ഷേ നാളെ ലോകത്തിൻ്റെ സ്വർണ്ണ ഖനിയായി മാറിയേക്കാം. ഇപ്പോൾ തന്നെ വലിയ നിക്ഷേപമുള്ളതാണ് കനേഡിയൻ കമ്പനിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും സഹായിച്ചേക്കാം. അപ്പോൾ പാകിസ്ഥാൻ എന്ത് വേണേലും വിൽക്കാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഒരു പക്ഷേ റക്കാഡിക്ക് സൗദി അറേബ്യക്ക് പാകിസ്ഥാൻ്റെ ഓഹരി 15 വേണ്ട, എൻ്റെ പൊന്നുടയത് നിങ്ങളെടുത്തോ, 25 എടുത്തോ ഞങ്ങളുടെ, എന്നിട്ടുള്ള ചില്ലറ തന്നേക്ക് എന്ന് പറയാൻ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ അത് ബലൂചിസ്ഥാൻ എങ്ങനെ അത് അംഗീകരിക്കും, അവരെങ്ങനെ അതിനെ സ്വീകരിക്കുമെന്നത് വലിയ പ്രശ്നമാണ്. ഏതായാലും ഈ ധാതു നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തെയും വളരെ സ്ട്രാറ്റജിക്കാണ്. അതായത് നമുക്ക് അറിയാം, നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തിരുവിതാംകൂർ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ സർ CP ഒരു സ്റ്റാൻഡ് എടുത്തായിരുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗമാവുന്നില്ല, തിരുവിതാംകൂർ മോഡൽ എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ മോഡൽ, ഞങ്ങൾ തിരുവിതാംകൂർ വേറെ രാജ്യമാവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കട്ടെ, തിരുവിതാംകൂർ എങ്ങനെ വേറെ രാജ്യമാവും? ഇതിന് മാത്രം ഒരു രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത വേണം. ഇതിൻ്റെ 2 കാര്യങ്ങളാണ് CP കണ്ടിരുന്നത്. ഒന്ന്, ശ്രീപത്മനാഭൻ്റെ നിധി. ശ്രീപത്മനാഭൻ്റെ അവിടെ വലിയ നിധിയിരിപ്പുണ്ട്, കോടാനുകോടി രൂപയുടെ നിധിയിരിപ്പുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടുന്ന അസറ്റ്. പിന്നെ മറ്റൊന്ന്, വളരെ മുമ്പേ CP തിരിച്ചറിഞ്ഞത് നമ്മുടെ ആലപ്പുഴ ആറാട്ടുപുഴ മുതൽ കൊല്ലം വരെയുള്ള തീരത്തുള്ള ധാതു സമ്പന്നമായ കരിമണൽ, ഈ കരിമണലിൽ നിന്ന് തോറിയം അടങ്ങിയിട്ടുള്ള കരിമണലാണ് നമ്മുടെ ഉള്ളത്. കേരളത്തിൻ്റെ തീരത്താണ് ഏറ്റവും മിനറൽ റിച്ച് ആയിട്ടുള്ള കരിമണലുള്ളത്. അതിനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ Q ഗ്രേഡ് എന്നാണ് പറഞ്ഞത്, കൊയിലോൺ ഗ്രേഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള, ഏറ്റവും കൂടുതൽ മോണസൈറ്റും തോറിയവും ഒക്കെ ഉള്ളത് നമ്മുടെ കൊല്ലത്തെ 22 കിലോമീറ്റർ സ്ട്രെച്ച് കിടക്കുന്ന കരിമണലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അന്താരാഷ്ട്ര കള്ളക്കടത്തുകാർ, വൈകുണ്ഠരാജൻ ഉൾപ്പെടെയുള്ള VV മിനറൽസൊക്കെ ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ തോറിയം എന്ന് പറയുന്നത് മോണോസൈറ്റും നാളത്തെ എനർജി മൂലകമായിട്ടാണ് കരുതുന്നത്. കാരണം ഇപ്പം പ്ലൂട്ടോണിയവും യുറേനിയവുമാണ് ആണവ നിലയങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ തോറിയം ഇതിനേക്കാളൊക്കെ ശേഷിയുള്ള ഒരു മൂലകമാണ്. അപ്പോൾ നാളെ അത് ഉയർന്നു വരും. തോറിയത്തിൻ്റെ പിന്നെ ഈ ആദ്യം യുറേനിയം മാത്രമേ ഉള്ളൂ, പിന്നീട് പ്ലൂട്ടോണിയം വന്നു. അതുപോലെ തോറിയവും ആണവോർജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നൊരു മൂലകമാണ്. അതിനെ ഉപയോഗിക്കാനുള്ള ടെക്നോളജി പല രാജ്യങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തോറിയമുള്ള ആളുകൾ എന്താ ചെയ്യുന്നറിയോ? തോറിയമുള്ള രാജ്യങ്ങൾ തോറിയം കിട്ടുന്ന മുഴുവൻ തോറിയം ഈ മണലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ IREയും ഇന്ത്യൻ റെയർ എർത്ത്സും KMML ഒക്കെയാണ്
ഇപ്പോൾ ഇവിടുന്ന് കരിമണൽ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന മോണോസൈറ്റും തോറിയവും കേന്ദ്ര ആറ്റോമിക് എനർജിക്ക് കൈമാറണമെന്നാണ് വ്യവസ്ഥ. അങ്ങനെ നമ്മളും ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ മൂല്യം കണക്കാക്കി ശരിക്കും ജർമ്മൻകാരാണ്. കാരണം ഇവിടുന്ന് മറ്റേ കയറ് കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. കയറ് കയറ്റുമ്പോൾ ഈ ആലപ്പുഴ തീരത്ത് കൊല്ലം തീരത്തുള്ളവർ കയറിന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മണ്ണിലിട്ടെന്ന് ഉരുട്ടും. അങ്ങനെ കയറിന് വെയിറ്റ് കൂടി ഈ കയറിൽ ജർമ്മനി ചെന്നപ്പോഴത്തേക്ക് ഈ രണ്ടാം ലോകമഹായുദ്ധമൊക്കെ നടക്കുന്ന കാലത്ത് അണുബോംബിനെ കുറിച്ചുള്ള ചർച്ചയൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ മണ്ണ് ജർമ്മൻകാർ കണ്ടുപിടിക്കുകയും മണ്ണിൻ്റെ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ഈ പഴയ പെട്രോമാക്സുകളുണ്ടല്ലോ, പെട്രോമാക്സിൻ്റെ മാൻഡിൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അടിസ്ഥാന മൂലകങ്ങൾ ഈ കരിമണലിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഈ കരിമണലിൽ ഇത്തരം സാധനങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് ജർമ്മൻകാർ ഇവിടെ വന്നിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്ത് പെട്രോമാക്സിൻ്റെ മാൻഡിൽ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു ഉണ്ടാക്കിയത്. അങ്ങനെ തിരിച്ചറിഞ്ഞു. അപ്പം ഹിറ്റ്ലർക്കും ജർമ്മൻകാർക്ക് വരെ അറിയാമായിരുന്നു എന്ത്, ഈ കേരളത്തിൻ്റെ തീരത്തുള്ള കരിമണലിൽ തോറിയം അടക്കമുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നും നമ്മുടെ ഇന്ത്യയും തോറിയം നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ തോറിയാണ് ഏറ്റവും മികച്ചത്. നമ്മളത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക, കരുതി സൂക്ഷിക്കുകയാണ്. അപ്പോൾ നാളെ ഈ പറഞ്ഞു കേൾക്കുന്ന 1 ഗ്രാം തോറിയം മതി ഒരു സിറ്റിക്ക് മുഴുവൻ ഇലക്ട്രിസിറ്റി കൊടുക്കാനെന്നാണ് പറയുന്നത്. അത്ര പവർഫുള്ളാണ്. അപ്പോൾ ഇത് അതിനെ വിഘടിപ്പിക്കാൻ, അപ്പോൾ അണുസംയോജനം, അണുവിഘടനം, ഇത് രണ്ടുമാണല്ലോ അണുവിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അപ്പോൾ അതിന് തോറിയത്തിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഇതുവരെ ആയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അതുണ്ടാവും എന്നുള്ള കരുതലിൽ ഏറ്റവും കൂടുതൽ റേഡിയോ ആക്ടിവിറ്റിയുള്ള ഈ മൂലകം നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അന്ന് CP മനസ്സിലാക്കി. അതുകൊണ്ടാണ് CP പറഞ്ഞത് അമേരിക്കൻ മോഡൽ, ഞങ്ങൾ വേറെ രാജ്യമാണെന്ന് പറഞ്ഞത്. ഇത് ബലൂചിസ്ഥാനികൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്വർണ്ണ നിക്ഷേപം അടക്കം ഞങ്ങളുടെ പക്കൽ കിട്ടിയാൽ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പന്ന രാജ്യങ്ങളിലൊന്നായി മാറുമെന്ന് ബലൂജികൾക്കറിയാം. അവിടെ കയറിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കളിക്കുന്നത്, ചൈന കളിക്കുന്നത്, സൗദി കൂടെ അതിൽ താല്പര്യപ്പെട്ട് വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ റക്കാഡിക് എന്ന് പറയുന്നത് നാളത്തെ ഒരു KGF പോലെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്വർണ്ണ ഖനിയായി മാറിയേക്കാം. സ്വർണ്ണഖനിയാണ്, ഖനിയായി മാറിയ ഖനിയാണ്. അവിടെ മൈനിങ് നടത്തിയേക്കാം. പാകിസ്ഥാൻ്റെ സ്വർണ്ണമായിരിക്കും, ബലൂചിസ്ഥാൻ്റെ സ്വർണ്ണമായിരിക്കും ഒരുപക്ഷെ നാളെ നമ്മുടെ നാട്ടിലും എത്തുന്ന മഞ്ഞലോകം. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു വളരെ രസകരമായൊരു ഇൻഫർമേഷൻ പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് KGF എന്ന് പറയുന്ന പോലെ റക്കാഡിക്കിനെ കുറിച്ചും ഇനി ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.